ഹലോ, വെൽക്കം ടു ക്വിക്ക് ഫുഡി. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ബ്രോഡ്വേയിലുള്ള ശരവണ ഭവനിലാണ്. ഞാനിന്ന് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് എറണാകുളത്ത് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശരവണ ഭവനിൽ നിന്ന് മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം, എനിക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കറികളുണ്ട്. ബട്ട് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. മാക്സിമം കറികൾ കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചോറും സാമ്പാറുമായിട്ട് തുടങ്ങാം. അത് എനിക്കൊരു ഫേവറേറ്റ് ആണ്. ആക്ച്വലി ഇങ്ങനെ വെജ് മീൽസ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറും പപ്പടവും കൂടെയുള്ള കറികളൊക്കെ കൂട്ടി. ബട്ട് ഇത്രയും കറികൾ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ ആ സാമ്പാറും ചോറും കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പുളിശ്ശേരി സൈഡിലിടുന്നുണ്ട്, അത് മുഴുവനായിട്ട് കഴിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പരിപ്പ് പോലത്തെ ഒരു കറി, പരിപ്പ് കറി എന്ന് പറയാൻ പറ്റില്ല, പരിപ്പും തക്കാളിയൊക്കെ ചേർത്തൊരു കറി, അതും നല്ലതായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചീര ഇങ്ങനെ വെച്ചേക്കുന്ന സംഭവമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ കുറച്ച് സാമ്പാറും ചോറിൻ്റെ കൂടി മിക്സാക്കി കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം ഞാൻ അത്ര പായസം ലവറല്ല, എങ്കിലും കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോരൻ, ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ടൊരു തോരൻ, നോർമലി എല്ലാ വെജ് എടുത്തും ഉണ്ടാകുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു പിക്കിൾ, അതൊരു ഇഞ്ചിയൊക്കെയുള്ള ഒരു പിക്കിളായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതും നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഓൾമോസ്റ്റ് എല്ലാ കറികളും ഞാൻ ഫിനിഷ് ചെയ്തു. രസം ഞാൻ അധികം കഴിച്ചില്ല. ബാക്കി എല്ലാ കറികളും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് ചോറ് ഇട്ടത്. ഈ കോമ്പിനേഷനാണ് എൻ്റെ ഏറ്റവും